അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സിന് പറ്റിയൊരു മ്യൂച്വൽ ഫണ്ട് ഓപ്ഷൻ ഉണ്ട്. 33% റിട്ടേൺ ആണ് ലാസ്റ്റ് 5 ഇയേഴ്സിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് 10 ഇയേഴ്സിൻ്റെ CAGR നോക്കുകയാണെങ്കിൽ 17% വരും. ഈ ഫണ്ട് അതിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെ 3 ഇയേഴ്സ് 5 ഇയേഴ്സ് 7 ഇയേഴ്സ് ബേസിസിൽ കൺസിസ്റ്റൻ്റ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് ഹോൾഡിങ്സിൽ വരുന്നത് ഡിക്സൺസ്, സൊമാറ്റോ, ട്രെൻഡ് ഇതുപോലുള്ള സ്റ്റോക്കുകളാണ്. AUM 34,700 crores ആണ്. ഇത് ഭയങ്കര വലിയ AUMO അതേപോലെ ഭയങ്കര ചെറിയ AUM അല്ല, അതിൻ്റെ മീഡിയത്തിൽ നിൽക്കുന്നതാണ്. അതായത് നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് പിന്നെ ഇഷ്ടമായത് ഇവർ ഫോളോ ചെയ്യുന്ന QGLP എന്ന് പറഞ്ഞ ഫ്രെയിംവർക്കാണ്. ക്വാളിറ്റി, ഗ്രോത്ത്, ലോഞ്ചിവിറ്റി ആൻഡ് പ്രൈസ്. ഇത് റാൻഡമായിട്ട് 100-200 സ്റ്റോക്കുകളിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ ടോപ്പ് പിക്ഡ് ആയിട്ടുള്ള 25 to 30 സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മോത്തിലാൽ ഓസ്വാളിൻ്റെ മിഡ് ക്യാപ് ഫണ്ടിനെ പറ്റിയിട്ടാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത്. ഇത്രയും നല്ലൊരു ഫണ്ട് ഉണ്ടായിട്ടും ആരും കാര്യമായിട്ടുള്ള റിട്ടേൺസ് ഒന്നും ജനറേറ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫണ്ട് ഹോട്ടായിട്ട് നിൽക്കുന്ന സമയത്താണ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതുപോലെ ഡിപ്പ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ നല്ല കൺസോൾട്ടേഷൻ വരുന്ന സമയത്തോ എക്സിറ്റ് ചെയ്ത് മാറുകയാണ് ചെയ്യുന്നത്. ഇത് കാരണം കൊണ്ടാണ് മിക്ക ആളുകൾക്കും കോമ്പൗണ്ടിങ്ങിൻ്റെ ആ എഫക്റ്റ് നഷ്ടമാവുന്നത്.